ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. നവംബർ 23 സേതു ചാരിറ്റി റൺ. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ ഞങ്ങൾ പുലർച്ചെ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ അവിടെ ആയിട്ടാണ് നമുക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലം. അപ്പോൾ 5:30 മുന്നേ നമ്മൾ പാർക്ക് ചെയ്താലേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും അതിനുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ വേറെ എവിടേക്കോ പോയി ചിലപ്പോൾ പാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ ആ ഭാഗത്തുള്ള ഒരു പാർക്കിംഗ് സ്ലോട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുന്നത്. എന്ത് രസമല്ലേ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട്, അടിപൊളിയാണ്. അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് അവിടെ വന്ന് കാണാൻ നല്ല വ്യൂ ആണ്. ഒരു 4 മണി തൊട്ട് ഒരു 6 മണിയൊക്കെ ടൈമിലൊക്കെ അവിടെ വരികയാണെങ്കിൽ നമുക്ക് പകലത്തെ വ്യൂവും കാണാം, വൈകിട്ടത്തെ വ്യൂ ഒക്കെ അവിടെ കാണാം കേട്ടോ. ഇതിപ്പോൾ പുലർച്ചെ സമയം 4:30 അപ്പോൾ അങ്ങനെ നമ്മളിതാ പാർക്കിങ്ങിലോട്ട് എത്തി. അപ്പോൾ ഈ ഞങ്ങളുടെ മുമ്പേ പോകുന്ന വണ്ടികളെല്ലാം സായിദ് ചാരിറ്റി റണ്ണിന് വേണ്ടിയിട്ട് വരുന്നവരാണ്. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവരും ഏണസ്റ്റും കുര്യപ്പൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് നേരം കണ്ണടച്ച് കിടന്നു. എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അങ്ങനെ ഇരുട്ടാണ് സംഭവം. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തോട്ട് നമുക്ക് ഇത്തിരി അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടോ, ആൾക്കാരൊക്കെ എത്തി. പിന്നെ നിസ്കരിക്കുന്ന ടൈമാണ്. അപ്പോൾ അവിടെ കുറേ പേര് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ബസ്സിൻ്റെ അവിടേക്ക് എത്തി. നമ്മൾ ബസ്സിൽ കയറാണ്. അപ്പോൾ നമ്മുടെ ബസ്സിൽ നമുക്ക് അറിയാവുന്നവരാരുമില്ല. ഞങ്ങൾ മാത്രമേ അറിയുന്നവരുള്ളൂ. വേറെ ആരും പരിചയമുള്ളവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ബസ് കുറച്ച് ദൂരം പോയി. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ ബസ് പാർക്ക് ചെയ്തു. നമ്മളിതാ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി. ദൂരെ കാണുന്ന സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ട. ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുള്ളൂ. കാറ് പാർക്ക് ചെയ്യാൻ പ്രത്യേകം സ്ലോട്ട് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കാറുകൾ വന്നിട്ടുണ്ട്. അതിന് സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. അവർക്ക് മാത്രമാണ് ഇവിടേക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. ബാക്കി എല്ലാവരും ബസ്സിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ വിശാലമായ ബാത്റൂമുകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വന്നു. അതിനുശേഷം നമ്മുടെ രജിസ്റ്റർ നമ്പർ ടീഷർട്ടുമ്മ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഗ്രൗണ്ടിലോട്ട് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ ഇപ്പോൾ സമയം ഏതാണ്ട് 6:30 കഴിഞ്ഞ് ആവണേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് പരേഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആളുകളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഫ്രിക്കൻസിൻ്റെ കുറച്ച് കൊട്ടും പാട്ടും മേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കാണാം നമുക്ക്.
അങ്ങനെ ഇവരുടെ പാട്ടും കൊട്ടും മേളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ബോറടിയൊന്നും ഉണ്ടായില്ല. നമ്മുടെ സൂര്യനിത പരപരാന്ന് ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാരെ എൻഗേജ്ഡ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ പേര് വാമപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിന് വേണ്ടി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും പഴവും ആപ്പിളും ഒക്കെ അവിടെ റെഡിയാണ്. ആവശ്യാനുസരണം നമുക്ക് മേടിക്കാം. പിന്നെ ഇതാ ഈ കൂടി നിൽക്കുന്ന എല്ലാവരും 10 കിലോമീറ്റർ ഓടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലിയോൺ 10 കിലോമീറ്ററാണ്, ഞങ്ങൾ ബാക്കി 4 പേരും 3 കിലോമീറ്ററാണ് ഓടുന്നത്. അപ്പോൾ അവൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അടുത്ത 5 കിലോമീറ്റർ അത് കഴിഞ്ഞ് 3 കിലോമീറ്റർ വരാൻ പോവാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു കാര്യം വിട്ടുപോയിട്ടോ, നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 57 ദിർഹംസ് എത്രയോ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു ടീഷർട്ട്, ക്യാപ്പ്, മെഡൽ, ബാഗ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ടീഷർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഓടാൻ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഊഴ എത്തിയിട്ടോ. അപ്പോൾ 3 കിലോമീറ്റേഴ്സിനുള്ള എല്ലാ ആൾക്കാരെയും അവർ വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം അറേഞ്ച് ചെയ്തിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ 3 കിലോമീറ്റേഴ്സിനോട് റെഡി ആയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ്. وقوية. يا سلام يا سلام يا سلام يا سلام. توفيق وعادل ما شاء الله. حلو الشباب، حلو حلو والله العظيم يا شباب. اللي فخور فيكم يا شباب. عادل Walk to the start. Dinosaur ko yapar dinosaur. 3 കിലോമീറ്ററിൻ്റെ ഓട്ടം ഇതായി ഇവിടെ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഓടാൻ തന്നെ. കുട്ടികളായിട്ടും കുഞ്ഞു മക്കളായിട്ടൊക്കെ വന്നവരൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുക, സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ള ഒക്കെ ഉണ്ട്. ടീച്ചേഴ്സും സ്റ്റാഫൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ എല്ലാവരും ആവേശമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കളിക്കണമെങ്കിൽ കുഞ്ഞു നടക്കണം കളിക്കണ്ടെന്നാ. എന്തായാലും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളങ്ങനെയൊന്നും പങ്കെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു എന്താ പറയുക അനുഭവമാണ്. അപ്പോൾ 3 കിലോമീറ്ററിൻ്റെ ഒക്കെ ഓടി ഫസ്റ്റ് മേടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ നടന്ന് ഓടി നടത്തം വരെ എത്തി തുടങ്ങി. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കുര്യപ്പൻ അവിടെ ഇരിക്കും. അപ്പം ഞങ്ങൾ എടുക്കും, പിന്നെ ട്രീസ് എടുക്കും, അല്ലെങ്കിൽ ഞാനെടുക്കും, പിന്നെ കുറച്ച് കുര്യപ്പനെ നടത്തിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നല്ല സുഖമായിട്ടല്ലേ കുരിയ കള്ള കാല. ഇതിപ്പോ 3 കിലോമീറ്റർ തിരിച്ചാവൂലേ?
അതൊക്കെ 3 കിലോമീറ്റർ തിരിച്ചു തരണോ? ഏണസിനെ കാണാമല്ലോ. ഓണാണോ? ഏണസ്റ്റ് ഞങ്ങളുടെ മുമ്പേ ഓടിപ്പോയി. അപ്പോൾ അവനെ എവിടെയാണ് എന്നുള്ള ഒരു തപ്പലിലാണ് ഞങ്ങളും ഇരിക്കുന്നത്. ഇവിടുന്ന് 3 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഇങ്ങോട്ടും പിന്നെ തിരിച്ച് ആ വഴി തന്നെയാണ്, നമ്മളിപ്പോൾ ഈ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. 1.5 കിലോമീറ്റർ അങ്ങനെയായിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പോണ വഴിയിൽ അവനെ കണ്ടുമുട്ടേക്കാം എന്നുള്ളൊരു വിചാരത്തോടെയാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ എന്തായാലും ലാസ്റ്റാണ്, കാരണം കുരിയപ്പനൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളുള്ളവർ ഒരുവിധമൊക്കെ ചെറിയ കുട്ടി മക്കളുള്ളവരൊക്കെ സ്ലോ ആയിട്ടാണ് പിന്നെയുള്ള നടത്തമൊക്കെ. ഈ വഴി തന്നെയാണ് 10 കിലോമീറ്ററും 5 കിലോമീറ്ററും ഒക്കെ ഫിനിഷ് ചെയ്ത് പോകുന്നവരും ഇതിലുണ്ട് കേട്ടോ. 3 കിലോമീറ്റർ മാത്രമല്ല, 5 കിലോമീറ്റർ 10 കിലോമീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഏണസ്റ്റിനെയും ലിയോനൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും 1.5 ഉണ്ടാവും. തിരിച്ചവിടെ ഉണ്ട് 1.5 ഉണ്ടാവും. ഞാൻ 2 കിലോമീറ്റർ ഒന്നും ഓടണോ? എനിക്കിപ്പോൾ ദൂരം കൂടുതലായിട്ട് തോന്നണം. എട്ടൊക്കെ എത്തി തുടങ്ങി, 10ഒക്കെ എത്തി തുടങ്ങിയല്ലോ. അപ്പ ഒന്നെങ്ങനാ കാണാനില്ലല്ലോ. പോയിട്ടാണ് പൊട്ടിരുതാ. അങ്ങനെ ഞങ്ങളിതാ ഏണസ്റ്റിനെ കണ്ടുകൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഏണസ്റ്റ് ഇതാ തിരിച്ചു ഓടി തുടങ്ങിയിട്ടാണ്, ഞങ്ങളിപ്പോഴും എത്തിയിട്ടില്ല. അങ്ങനെ കുര്യപ്പനെ മാറി മാറി എടുത്ത് ഞങ്ങളൊരു വഴിയായി. അന്ന് കുര്യപ്പനെ മെല്ലനെ നടത്തി നോക്കാനുള്ള പരിശ്രമത്തിലായി. അപ്പോൾ കുര്യപ്പൻ 18ാം തടവ് പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ നടുക്കിൽ അങ്ങ് ഇരുന്ന് കൊടുത്തവൻ. Go, 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 go. Oh, go, go, go. 2, 3, start. Go. Let's run. Go, go, go. ഓടി ഓടി കുരിയോട് ഫസ്റ്റ് 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 ഫസ്റ്റ്. Go, go, go. പിടിച്ചോ 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 ആര് പിടിച്ചോ. ഓ പിടിക്ക് പിടിക്ക്. Go, go, കുരിയ. അവനെ പിടിക്കട്ടെ, അമ്മ ഓടി പിടിക്കട്ടാ, കുരിയനായിട്ട് പിടിക്കണേ അമ്മ. Go, 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 go. I can show you. Go, 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 go. Come, come, come. Fast, 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 fast. Kuriya, fast, fast, fast. The baby boy, fast. അങ്ങനെ കുര്യപ്പന് ഒരു കമ്പനി കിട്ടിയപ്പോൾ കുര്യപ്പൻ കുറച്ച് ഉഷാറായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുര്യപ്പൻ കുറച്ചധികം അങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് ഇതാ നമ്മുടെ 3 കിലോമീറ്റർ തിരിയാറായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇതാ 3 കിലോമീറ്റർ തിരിയാൻ പോവാണ്. ഇനി ഇതേ സ്പീഡിൽ നമ്മൾ 1.5 കിലോമീറ്റർ വീണ്ടും അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ.
No, 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 no. Go. Go, 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 go. Appo vernu. അങ്ങനെ ഞങ്ങൾ ലിയോണിനെയും കണ്ടുമുട്ടിയിട്ടോ. അവൻ 10 കിലോമീറ്റർ ഇതാ ഓടി റൗണ്ട് എത്തണുള്ളൂ. ഞങ്ങളുടെ ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ഇനിയും ഓടാനുണ്ട്. ഞങ്ങളിങ്ങനെ വാശിയേറിയ മത്സരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുരിയപ്പനെയും താങ്ങി. ഓട് കുരിപ്പൻ്റെ പുതിയ ഡ്രസ്സ്. കുരിപ്പൻ റണ്ണിൽ ഫസ്റ്റ് ആവാൻ പോവാണ്. ഗോ. നമ്മളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വളണ്ടിയേഴ്സ് നിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള മെഡിക്കൽ സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം വെൽ പ്ലാൻഡ് ആണ്. നീ എങ്ങോട്ട് പോണേ? അമ്മ വരട്ടെ. കഴിഞ്ഞ എവിടെ ഫിനിഷ് ചെയ്യാ? എന്തൊരു ഫിനിഷ് ചെയ്യാ? ഇത് പോയോട് തിരിച്ചു വരണം തോന്നുന്നല്ലേ? അങ്ങനെ നമ്മളിതാ ഏതാണ്ട് അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി നമുക്കുള്ളൂ. പിന്നെ കുറേ പേര് തിരിച്ചു വരുന്നത് കാണാനില്ലേ, അവരെല്ലാം ഫിനിഷ് ചെയ്ത് മെഡലൊക്കെ മേടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫിനിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് മെഡലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇതിന് ഫസ്റ്റും സെക്കൻഡും തേർഡിനും ഒക്കെ പ്രൈസ് മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത്രയും മോണിറ്ററാണ്, എല്ലാം കുറേ സ്ഥലത്തും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും നമ്മൾ മോണിറ്ററാണ് ഇവിടെ. അപ്പോൾ പിന്നെ നമുക്ക് കള്ളത്തരം കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, കാണിക്കാനും പറ്റില്ല. نشكركم على المشاركة معنا. الله يقويكم. يلا full speed. How old is she? How old? يلا اسرع. 2.5.
يلا ഗ്രൂപ്പിന് ഫോട്ടോ എടുക്കാൻ കുറെ ആൾക്കാരുണ്ട് ഗ്രൂപ്പിന് ഫോട്ടോ എടുക്കാൻ കുറെ ആൾക്കാരൊക്കെ ഗ്രൂപ്പിന് മെഡൽ ഇട്ടു يلا اعطونا حماس يلا يلا اسرع رن اسرع ചോക്ലേറ്റ് കുടിപ്പിന് ഇനി ആപ്പിൾ വാങ്ങിച്ചതാ ആപ്പിൾ വേണോ വേണ്ടേ ആ കയ്യിൽ കളഞ്ഞേരെ പിടിച്ചു പിടിച്ചോ പിടിച്ചു അങ്ങനെ ഞങ്ങൾ 3 പേരും 3 കിലോമീറ്റർ വിജയകരമായി ഫിനിഷിംഗ് പോയിന്റ് കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മെഡൽ മേടിക്കണം. പിന്നെ ഏണസ്റ്റും ലിയോണൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ മെഡലൊക്കെ മേടിച്ച് അവിടെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അവരെ നമുക്ക് കണ്ടുപിടിക്കും വേണം. وتتويج الانتقال وحتى الكره ايضا راح تكون ان شاء الله حاضر عند الفرع So this is I would like to tell you that we have 2 categories for the awarding ceremony. So we have one side. We have a stage there. You can go there and അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും മെഡലൊക്കെ കിട്ടി. അപ്പോൾ കുര്യപ്പൻ മെഡലൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തണുത്ത വെള്ളവും എടുക്കാം, അതുപോലെ പഴമുണ്ട്, ആപ്പിളും ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങളിനി പുറത്തോട്ടേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മുടെ 2 ആശമാർ അവിടെ ഇരിക്കുന്നുണ്ട്, അവരെ ഇനി കണ്ടുപിടിക്കണം. awarding ceremony. So we have about 15 more minutes, or I would say 20 minutes. Let's say 20 minutes for the awarding ceremony. So we have 2 awarding ceremonies. Please, it's whether outside on the stage or inside in the hotel. ആപ്പിൾ അവിടെ അവിടെ موضوعنا الكريم طبعا اكيد عندنا تتويج بس حابين نقول لكم ان كل المتسابقين يجتمعون في نقطه النهايه اول ما تخلصون السباق كملوا شوي على قدام بتحسنون منطقه انتظار عشان يبلغون لكم وين بيكون അവരെവിടെയാണോ വിളിക്കേണ്ടി വരില്ലേ അങ്ങനെ ഞങ്ങൾ അവരെ കണ്ടുമുട്ടിയിട്ടോ. കണ്ടുമുട്ടിയതിന് ശേഷം കുറച്ച് ഫോട്ടോ പ്രകടനങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മളെ ആദ്യം ബസ് ഇറക്കി വിട്ട ആ ഗ്രൗണ്ടിലോട്ട് നമ്മൾ നടന്നു പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ അവിടെ ഒരു സ്റ്റേജിൽ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ വീഡിയോ കവർ ചെയ്യാനൊന്നും നിന്നില്ല. നമ്മളങ്ങനെ അതിങ്ങനെ കണ്ട് അങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗ്രൗണ്ടിലെത്തി. അപ്പോഴാണ് വേറൊരു സത്യം ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം തൽക്കാലം ഈ ബസ് കിട്ടിയിട്ട് നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തില്ലാന്ന്. കാരണം അത്രയും വലിയ ക്യൂ ആയിരുന്നു. അതും ഈ വെയിലത്ത് നിൽക്കേണ്ട കാര്യം ആലോചിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊരു തിരക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാമെന്ന്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിള്ളേർക്ക് കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഫുഡൊക്കെ നമ്മൾ മേടിച്ച് കഴിച്ചു. അങ്ങനെ കുറച്ചുകൂടി നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ക്യൂവിൻ്റെ അളവിനൊക്കെ എണ്ണം കുറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബസ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗം അതിൽ ചാടിക്കയറി നമ്മുടെ പാർക്കിങ്ങിലോട്ട് നമ്മൾ എത്തുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു അനുഭവം ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.